കഴിഞ്ഞ ദിവസം CPIM-ൻ്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായ ശ്രീ വി കുഞ്ഞികൃഷ്ണൻ നടത്തിയ വെളിപ്പെടുത്തലുകൾ വളരെ ഗൗരവത്തോടു കൂടിയാണ് കേരളീയ പൊതുസമൂഹം നോക്കിക്കണ്ടിട്ടുള്ളത്. ആ വിഷയത്തെ സംബന്ധിച്ച് പ്രതികരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പത്രസമ്മേളനം വിളിച്ചേർത്തിട്ടുള്ളത്. ഈ പത്രസമ്മേളനത്തിൽ എന്നോടൊപ്പം പങ്കെടുക്കുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീ VT നിഹാലാണ്. ശ്രീ വി കുഞ്ഞികൃഷ്ണൻ നടത്തിയ വെളിപ്പെടുത്തലിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കേരളത്തിനകത്ത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി രക്തസാക്ഷിത്വങ്ങളെ പണസമ്പാദനത്തിനുള്ള ഒരു മാർഗമായി ഉപയോഗിക്കുന്നോ എന്നുള്ള ഒരു ആശങ്ക അണികൾക്കിടയിൽ പോലും ഇന്ന് വ്യാപകമായിരിക്കുകയാണ്. CPIM-ൻ്റെ ഏറ്റവും ഉന്നതമായ സമിതിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് ശ്രീ കുഞ്ഞികൃഷ്ണൻ. അദ്ദേഹം നിരന്തരമായി പാർട്ടി വേദികളിൽ ഉന്നയിച്ചിരുന്ന ഒരു പരാതി, ആ പരാതിയിൽ പരിഹാരമുണ്ടാകാതെ വരുന്ന ഘട്ടത്തിലാണ് പയ്യന്നൂർ MLA ശ്രീ TI മധുസൂദനെതിരെ കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലുണ്ടായത്. ആ വെളിപ്പെടുത്തലിൻ്റെ ഭാഗമായി അതിലെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പയ്യന്നൂരിൽ സ്വാഭാവികമായ ഒരു പ്രതിഷേധത്തിന് കോൺഗ്രസ് പ്രവർത്തകർ നേതൃത്വം കൊടുത്തു. ആ പ്രതിഷേധം നടത്തിയ സഹപ്രവർത്തകരെ വളരെ മൃഗീയമായ രീതിയിലാണ് CPM പ്രവർത്തകർ ഇന്നലെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട വിഷയം, ധനരാജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ CPIM-ന് വേണ്ടിയിട്ടാണ് തൻ്റെ കുടുംബത്തിൻ്റെ മുമ്പിൽ വെച്ച് RSSകാരാൽ അതിക്രൂരമായ രീതിയിൽ അരിങ്കൊല ചെയ്യപ്പെട്ടത്. ആ ചോരപ്പണമാണ് ആ കുടുംബത്തിന് നൽകാനുള്ള പണം എന്ന പേരിലാണ് സംരക്ഷിക്കാനും അവർക്ക് വീട് വെച്ചു കൊടുക്കാനും അയാളുടെ കടബാധ്യത തീർക്കാനും എന്ന പേരിലാണ് CPIM അവിടെ പണപ്പിരിവ് നടത്തിയത്. 1 കോടിയിൽ പരം രൂപ ഇതിൻ്റെ ഭാഗമായി സമാഹരിച്ചതായി ഇന്നലെ കുഞ്ഞികൃഷ്ണൻ വെളിപ്പെടുത്തി. എന്നാൽ അതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വീട് നിർമ്മാണത്തിന് വേണ്ടി ചെലവഴിച്ച ഏതാണ്ട് 30 ലക്ഷം രൂപയും കടബാധ്യത തീർക്കാൻ വേണ്ടി ചെലവഴിച്ച 18 ലക്ഷം രൂപയും കഴിച്ചാൽ ബാക്കി പണം അവിടെ MLA അപഹരിച്ചതായിട്ടാണ് ഇന്നലെ കുഞ്ഞികൃഷ്ണൻ്റെ പരാതി ഉണ്ടായത്. ആദ്യഘട്ടത്തിൽ ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ പാർട്ടി ഓഫീസിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി വകയിരുത്തി എന്നുള്ളതാണ് സഖാക്കന്മാർക്ക് കൊടുത്ത മറുപടിയെങ്കിൽ അതിന് വേറെയും പണം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ ഈ പണം മധുസൂദൻ MLA കൈപ്പറ്റിയെന്നും അദ്ദേഹം അപഹരിച്ചു എന്നുള്ളതാണ് കുഞ്ഞികൃഷ്ണ പരാതി. ഒരു MLA ഒരാൾ കൊല്ലപ്പെട്ടതിൻ്റെ പേരിൽ നടത്തപ്പെടുന്ന ഒരു ധനസമാഹരണത്തിൽ ഒരു നിർബന്ധിത സ്വഭാവത്തോടു കൂടി നടത്തിയ ഒരു ധനസ്വരൂപീകരണത്തിൽ അതിൻ്റെ ഭാഗമായി സമാഹരിച്ച പണം ഒരു MLA അപഹരിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു ക്രിമിനൽ കേസിന് എടുക്കാവുന്ന ഒരു കുറ്റകൃത്യമാണ്. സ്വാഭാവികമായും ഇത് CPM-നകത്തൊരു ആഭ്യന്തര പ്രശ്നം എന്ന നിലയ്ക്കാണ് പലരും പറയുന്നത്. എന്നാൽ ആഭ്യന്തര പ്രശ്നത്തിന് അപ്പുറത്തേക്ക് ഇതിന് മാനങ്ങളുണ്ടാകുന്നത് CPM-ൻ്റെ ഒരു പ്രവർത്തകൻ മരണപ്പെട്ടു, അയാൾക്ക് അയാളുടെ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി സമാഹരിച്ച പണം മറ്റാരെങ്കിലും എടുത്തുകൊണ്ടുപോയി എന്നത് മാത്രമല്ലല്ലോ, ഇത് ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത പണമാണ്. അപ്പോൾ ജനങ്ങളിൽ നിന്ന് ജനങ്ങളോട് മറ്റൊരു കാര്യത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ച് പണം സ്വരൂപിക്കുകയും ആ പണം പിന്നീട് സ്ഥലം MLA അപഹരിച്ചു കൊണ്ടുപോയി എന്ന് ആ പാർട്ടിയിലെ അംഗം തന്നെ പരാതിപ്പെടുന്ന സമയത്ത് പയ്യന്നൂർ MLA ഒരു ധനാപഹരണം നടത്തുന്ന ആളാണ് എന്ന് വന്നാൽ സ്വാഭാവികമായും അവിടെ കോൺഗ്രസിന് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രതിഷേധിക്കാനും പ്രതികരിക്കാനുമുള്ള അവകാശമുണ്ട്. രാഷ്ട്രീയമായ വിഷയം കടന്നു വരുന്ന അവിടെയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആഭ്യന്തരമായ കാര്യം എന്നതിനേക്കാൾ ഉപരി ഒരു MLA തന്നെ പാർട്ടിയുടെ പേരിൽ പിരിച്ചെടുക്കുന്ന, പാർട്ടിയുടെ രക്തസാക്ഷിയായ ഒരാളുടെ പേരിൽ പിരിച്ചെടുക്കുന്ന നിർബന്ധിതമായ പണപ്പിരിവിൻ്റെ ഭാഗമായി സമാഹരിച്ച പണം അപഹരിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. അത്തരമൊരു സംഭവം ഉണ്ടായി. പാർട്ടി കമ്മീഷൻ 2 തവണ അന്വേഷണം നടത്തി. ആ പാർട്ടി കമ്മീഷന്റെ അന്വേഷണ റിപ്പോർട്ടിനോട് ഇദ്ദേഹം പൊരുത്തപ്പെട്ടില്ല എന്നുള്ളതാണ് ഇന്നലെ CPM ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകളുടെ വാദം. ഈ പാർട്ടി കമ്മീഷന് ബോധ്യപ്പെട്ടത് എന്താണ്? ഈ സമാഹരിച്ച പണം എവിടെ പോയതാണ് പാർട്ടി കമ്മീഷന് ബോധ്യപ്പെട്ടത്. അപ്പോൾ ഇത് പോലീസിലേക്ക് കൈമാറേണ്ടുന്ന ഒരു വിവരമായിരുന്നില്ലേ? ധനാഭരണമാണല്ലോ, ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത പണമല്ലേ. ആ പണം നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായും അത് ഒരു ക്രിമിനൽ കേസ് എടുക്കേണ്ട ഒരു കുറ്റകൃത്യമല്ലേ? അതുണ്ടാകുന്നില്ല. മാത്രമല്ല CPM എല്ലാ കാലഘട്ടത്തിലും രക്തസാക്ഷിത്വങ്ങളെ വളരെ മഹത്വവൽക്കരിച്ച് സംസാരിക്കുകയും അതിൻ്റെ ഭാഗമായി പ്രചരണം നടത്തുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. രക്തസാക്ഷിത്വങ്ങളെ മഹത്വവൽക്കരിക്കണം എന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നിലപാട്. ഓരോ രക്തസാക്ഷിയും അവരുടെ ജീവിതം കൊണ്ട് പ്രസ്ഥാനത്തെയും നിലപാട് കൊണ്ട് രാഷ്ട്രീയത്തെയും
രേഖപ്പെടുത്തിക്കൊണ്ട് കടന്നുപോയിട്ടുള്ള ആളുകളാണ്. പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിതം പോലും ബലിയർപ്പിക്കാൻ തയ്യാറായി നിന്നൊരു ചെറുപ്പക്കാരൻ, അയാളുടെ പേരിൽ പിരിച്ചെടുത്ത പണം പോലും ഇവർ അപഹരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ശബരിമലയിലെ സ്വർണം കൊള്ളയെടുക്കുന്നത് അത്ര വലിയ CPM സംബന്ധിച്ച് അത്ര വലിയ പാതകമായി അവർക്ക് കണക്കാക്കാൻ വേണ്ടി സാധിക്കും. നോക്കൂ, ഇന്ന് CPM എവിടെയാണ് എത്തി നിൽക്കുന്നത്? CPM നേതാക്കന്മാരെ വിനിയോഗിക്കുന്ന സ്ഥലങ്ങളിൽ മുഴുവൻ ഇത്തരത്തിലുള്ള അഴിമതികൾ ഉണ്ടാവുകയാണ്. CPM ഇപ്പോൾ ഇതിനെ ഡീസെൻട്രലൈസ് ചെയ്തിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ വലിയ രീതിയിലുള്ള അഴിമതി സംസ്ഥാന തലത്തിൽ നടത്തുന്നു. ദേവസ്വം ബോർഡിലേക്ക് നിയോഗിക്കപ്പെടുന്ന ആളുകളും മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുമൊക്കെ അവിടെ നിയോഗിക്കപ്പെടുന്ന ക്ഷേത്രത്തിന്റെ സ്വത്ത്, ക്ഷേത്രത്തിന്റെ സ്വർണം അത് അപഹരിക്കുന്നു. സ്വന്തം പാർട്ടിയുടെ രക്തസാക്ഷികൾക്ക് വേണ്ടി സ്വരൂപിക്കുന്ന പണം പോലും സ്ഥലം MLA അടിച്ചു മാറ്റിക്കൊണ്ടുപോകും. എല്ലാ മേഖലയിലും ഇവരെ സംബന്ധിച്ചിപ്പോൾ ഈ പണാപഹരണം നടത്തുന്ന ഒരു സ്വഭാവ രീതിയിലേക്ക് CPM മാറി എന്ന് വളരെ വേദനയോടുകൂടി ആ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ പരിതപിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്.